ഈ ചുട്ടുപൊള്ളുന്ന വെയിലിന് അരമണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ, വൈദ്യുതി നിലച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പുഴുങ്ങുന്ന അവസ്ഥയാണ്, മരിച്ചു പോകുന്ന അവസ്ഥയാണ്. ചെറിയ കുട്ടികളൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കഴിച്ചുകൂടാൻ. നമുക്കറിയാം, കൃഷ്ണൻകുട്ടി മന്ത്രിയാവുന്ന സമയത്ത് തന്നെ കൃഷ്ണൻകുട്ടിക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എല്ലാവരിലും ഉണ്ടായിരുന്നു. വൈദ്യുതി നിയന്ത്രണം ഇല്ല എന്ന് പറയുകയും പക്ഷേ എല്ലാ ദിവസവും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുകയും വൈദ്യുതി വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തതോടുകൂടി ജനങ്ങൾ വലിയ ആശങ്കയിലായി. വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും വ്യക്തമായ ഒരു ഉത്തരം പറയാൻ വേണ്ടി ഈ വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. നമസ്കാരം. കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് കേരളത്തിലെ സാധാരണക്കാരെ ബാധിക്കുന്ന, അവർ ചർച്ച ചെയ്യുന്ന വിഷയം തെരഞ്ഞെടുപ്പൊന്നും ആയിരിക്കണം എന്നില്ല, ചൂടും പാമ്പും ആയിരിക്കും. അതിൽ ഈ ചൂടിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പവർ കട്ട്, ലോഡ് ഷെഡിങ്ങിൻ്റെ കൂടി നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് 2ാം പിണറായി സർക്കാർ കൊണ്ടുനടന്ന ഒരു ടാഗ് ലൈൻ ഉണ്ട്. അത് ഈ അവസാന നിമിഷം പോയൊരവസ്ഥ, അല്ലെങ്കിൽ ഈ പിണറായി സർക്കാരിൻ്റെ അവസാന ലാപ്പിൽ ഏറ്റവും കൂടുതൽ തെറിവിളി കേട്ട മന്ത്രി ആരെന്ന് ചോദിച്ച ഒറ്റ ഉത്തരവേ ഉള്ളൂ, കെ കൃഷ്ണൻകുട്ടി. മന്ത്രി പറയുന്നത് ഇത് പവർ കട്ടല്ല, അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് അല്ല, വൈദ്യുതി നിയന്ത്രണം എന്നൊരു പുതിയ വാക്കാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എങ്ങനെ വിലയിരുത്തും? അല്ല, കേരളത്തിൽ ശരിക്ക് 10 വർഷം മുന്നേ വലിയ രീതിയിൽ പവർ കട്ട് ഉണ്ടായിരുന്നു, ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ SSLC ഒക്കെ പഠിക്കുന്ന സമയത്തും അതിന് ശേഷവും ഡിഗ്രി പഠനകാലത്തൊക്കെ ബൾബ് നേരിയ ഒരു ചുമന്ന വര മാത്രമായിരുന്ന ഒരു കാലമൊക്കെ ഉണ്ട്. എന്നൊക്കെ മാറി പിന്നീട് വൈദ്യുതി നിയന്ത്രണങ്ങളുണ്ടായിട്ട്, അരമണിക്കൂർ നിയന്ത്രണം, പകൽ അരമണിക്കൂർ നിയന്ത്രണം, വൈകുന്നേരം അരമണിക്കൂർ നിയന്ത്രണം. ഞാൻ പത്രത്തിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ആഴ്ചത്തെ പവർ കട്ട് എന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇലക്ട്രിസിറ്റിയിൽ നിന്നൊരു റിലീസ് തരും. അത് ഇന്ന ഏരിയയിൽ, ഇന്ന് 6 തൊട്ട് 6:30 വരെ ഇന്ന ഏരിയയിൽ, അതുതൊട്ട് 10 മണി വരെയുള്ള പവർ കട്ടിൻ്റെ വിവരമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയാണ് ആളുകൾ അതിനനുസരിച്ച് ക്രമീകരിച്ചിരുന്നത്. കാരണം ആ സമയത്ത് ആളുകൾ മെഴുകുതിരിയോ അല്ലെങ്കിൽ മറ്റ് വിളക്കുകളൊക്കെ, കുപ്പിവിളക്കുകളൊക്കെ ആ സമയത്ത് പ്രകാശിപ്പിച്ച് വെക്കുകയും ഈ ഇരുട്ടിൽ നിന്ന് മോചനം നേടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെറും വെളിച്ചം മാത്രമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വെളിച്ചത്തിന് കുറേ മാർഗ്ഗങ്ങളുണ്ട്. ഈ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന നിരവധി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊന്നും കറണ്ട് പോയി കഴിഞ്ഞാൽ വെളിച്ചം മുടങ്ങുന്ന സംഭവമില്ല. പക്ഷേ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിന് അരമണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ, വൈദ്യുതി നിലച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പുഴുങ്ങുന്ന അവസ്ഥയാണ്, മരിച്ചു പോകുന്ന അവസ്ഥയാണ്. ചെറിയ കുട്ടികളൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കഴിച്ചുകൂടാൻ. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, വെള്ളവും വെളിച്ചവുമാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇത് വിതരണം കറക്റ്റാണെങ്കിൽ തന്നെ ഒരു സർക്കാർ കറക്റ്റായി എന്നുള്ളതാണ് അർത്ഥം. പക്ഷേ നമുക്കറിയാം, കൃഷ്ണൻകുട്ടി മന്ത്രിയാവുന്ന സമയത്ത് തന്നെ കൃഷ്ണൻകുട്ടിക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എല്ലാവരിലും ഉണ്ടായിരുന്നു. നേരത്തെ അത് CPM നേരിട്ട് നിയന്ത്രിച്ചിരുന്നൊരു വകുപ്പായിരുന്നു. എം എം മണിയുടെ കാലത്ത് എം എം മണി അതിൻ്റെ മന്ത്രിയാകുന്ന സമയത്ത് പലരും ആശങ്കപ്പെട്ടിരുന്നു, മണിക്കിത് കൊണ്ടു നടക്കാൻ പറ്റുമെന്ന്. പക്ഷേ എം എം മണി 4 വർഷക്കാലം വളരെ സുഖമായി ആ വകുപ്പ് കൊണ്ടു നടന്നു. 5 വർഷം ഉണ്ടായിരുന്നില്ല, 6 വർഷം കഴിഞ്ഞപ്പോഴാണ് എം എം മണി ഈ വകുപ്പ് ഏറ്റെടുക്കുന്നത്. വളരെ നന്നായി കൊണ്ടുപോയ വകുപ്പായിരുന്നു. പക്ഷേ മന്ത്രിമാർ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ബോധ്യപ്പെടുത്തുകയും ഉദ്യോഗസ്ഥന്മാരുടെ കൂടി സഹകരണത്തോടു കൂടി മാത്രമേ ഒരു വകുപ്പ് ഭരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഉദ്യോഗസ്ഥന്മാരോട് അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് കൃത്യതയോടുകൂടി കൊണ്ടു നടക്കാനും പറ്റണം. അങ്ങനെ പറ്റുമ്പോഴാണ് ഒരു മന്ത്രി നല്ല മന്ത്രിയായി മാറുന്നത്. ഇപ്പം ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ഏറ്റവും കൂടുതൽ തെറിവിളികൾ കേട്ട മന്ത്രി എന്നുള്ളത് കൃഷ്ണൻകുട്ടിയാണെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ട്രോളുകൾ വന്നത് കൃഷ്ണൻകുട്ടിയാണെന്ന് അറിയാം. കാരണം കൃഷ്ണൻകുട്ടി പറയുന്നു കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണമില്ല എന്ന്. പക്ഷേ ഞാൻ തന്നെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കൃഷ്ണൻകുട്ടി ഒന്ന് പറയൂ ഇത് ഏത് സമയത്ത് പോകും എന്നുള്ളത്. നേരത്തൊക്കെ ആണെങ്കിൽ ഒരു സമയത്ത് കൃത്യസമയത്ത് പോകുമെന്ന് നമുക്കറിയാമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് വൈദ്യുതി നിയന്ത്രണം ഇല്ല എന്ന് പറയുകയും പക്ഷേ എല്ലാ ദിവസവും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുകയും വൈദ്യുതി വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തതോടുകൂടി ജനങ്ങൾ വലിയ ആശങ്കയിലായിപ്പോയി. എങ്ങനെ രാത്രി കാലങ്ങളിലുള്ള ഈ പവർ കട്ട്, പ്രത്യേകിച്ച് നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ പാമ്പിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു കേരളമാണ്. അപ്പോൾ നേരത്തെയൊക്കെ പട്ടീനെ പേടിച്ചാൽ മതിയായിരുന്നു, ഇപ്പോൾ പാമ്പിനെയാണ് പേടി. ഓരോ സീസണിൽ ഓരോന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ പട്ടിയും അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം ആനയായിരുന്നു. ഏറ്റവും കൂടുതൽ ആന ഭീഷണിയും ആന ആളുകളെ കൊല്ലുന്നൊക്കെ ആയിരുന്നു. ഇത്തവണ ആന ഭീഷണി ഉണ്ടെങ്കിൽ പോലും അത്ര വലിയ വാർത്തയായിട്ടില്ല. പക്ഷെ ഇത്തവണ സീസണിൽ പാമ്പ് കടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, നമ്മളറിയാം, ഒരുപാട് കുട്ടികളെ പാമ്പ് കടിക്കുന്നു, മരണങ്ങളുണ്ടായിട്ടുണ്ട്, പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ മരിച്ചു, പല വീടുകളിലും പാമ്പിനെ കണ്ടു, പലരും പാമ്പ് കടിയേറ്റ് ചികിത്സയിലാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പവർ കട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ പാമ്പ് കയറി വരാനുള്ള സാധ്യതയും കൂടി ആളുകൾ ഭയക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഭയന്നാണ് ആളുകൾ ജീവിക്കുന്നത്.
പിന്നെ ചൂട് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത ചൂടാണ് രാത്രിയിൽ, ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അദ്ദേഹം പറയുന്നത് ഇത് ഉപഭോഗം കൂടുന്ന സമയത്ത് ഡ്രിപ്പാവുന്നു എന്നുള്ളതാണ്. ഡ്രിപ്പാവുന്നു, നിങ്ങൾ വൈദ്യുതി ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് സ്റ്റൗ ഒക്കെ ഉപയോഗിക്കുന്നു, അതുകൊണ്ടാണ് ഇതിൻ്റെ ഉപഭോഗം കൂടുന്നത്, അതുകൊണ്ടാണ് ഡ്രിപ്പാവുന്നത് എന്നൊക്കെയാണ്. കുട്ടികൾ പല സ്ഥലങ്ങളിൽ പോയി താമസിച്ചിട്ട് അവർ ഇതിൻ്റെ ഉപയോഗം കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ. അതൊക്കെ ശരിയാണ്, വൈദ്യുതി ഉപയോഗം ഏറ്റവും പീക്കിലാണെന്നൊക്കെ നമുക്കറിയാം. അത് ഏതെങ്കിലും ഒരു സർക്കാർ നിയന്ത്രിക്കാനും പറ്റില്ല, നിങ്ങൾ വൈദ്യുതി ഉപയോഗിക്കരുതെന്ന് പറയാൻ പറ്റില്ല. പവർ കട്ട് ഏർപ്പെടുത്തി തന്നെയാണ് പിന്നെ ഉപഭോഗം കുറക്കാനുള്ള ഏക മാർഗ്ഗം എന്ന് പറയുക. പക്ഷേ ഈ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെ എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പം ഇന്നൊക്കെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മന്ത്രി ഉരുണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു, ഇദ്ദേഹം വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ സമയത്ത് മാധ്യമപ്രവർത്തകർ ഈ വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ മാറ്റങ്ങളും അല്ലെങ്കിൽ പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള ചില ചർച്ചകളും ഒക്കെ നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഈ വകുപ്പ് മന്ത്രിയായിട്ട്. ഇപ്പോൾ വകുപ്പ് മന്ത്രിയായിട്ട് ഏതാണ്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വൈദ്യുതി വകുപ്പിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, പഠിച്ചതിന് ശേഷം മറുപടി പറയാം എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 5 വർഷം കഴിഞ്ഞു, ഇത് ഇനിയിപ്പോൾ ഒരു 5 ദിവസം കൂടിയുള്ളൂ, ഇനി ആകെ പൂർത്തിയാകാൻ വേണ്ടി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഉണ്ടായിരിക്കുകയും അദ്ദേഹം ഈ വകുപ്പ് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത് അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് അത് കൃത്യമായി മാധ്യമങ്ങളോട് പറയാൻ, ജനങ്ങളോട് പറയാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അതിന് പറ്റുന്നില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ സർക്കാർ മൊത്തത്തിൽ പഴി കേൾക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത്. അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയത് മന്ത്രിയുടെ വിവരമില്ലായ്മയാണ്, അല്ലെങ്കിൽ വന്ധ്യവയോധികനായ കൃഷ്ണൻകുട്ടിയെ ഈ വകുപ്പ് ഏൽപ്പിച്ചതാണ് എന്നുള്ളതാണ്. ഇത് ജനങ്ങൾക്ക് ആ ഷോക്ക് കിട്ടിയിരിക്കുന്നത്. വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും വ്യക്തമായ ഒരു ഉത്തരം പറയാൻ വേണ്ടി ഈ വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം നമ്മൾ കഴിവേട്ടവനാണെന്ന് ഞാൻ പറയില്ല, അദ്ദേഹം നല്ല കർഷകനാണ്, കാർഷിക മേഖലയിലൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. പക്ഷേ വൈദ്യുതി മേഖലയിൽ ഒരു ധാരണ ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്ക് കാരണം. ഈ ജനങ്ങളുമായിട്ട് കൺവേ ചെയ്യുന്നതിലൊരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും അല്ല, കൺവേ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്ന് വയോധികനാണ്, വളരെ പ്രായമുള്ള, ഈ മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും പ്രായമുള്ള മന്ത്രി എന്ന് പറയുന്നത് ഈ കൃഷ്ണൻകുട്ടിയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഞാൻ പ്രായം കൊണ്ടും അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തോട് ആദരവൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം MLA യോ മന്ത്രിയൊന്നും ആയിരിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അതിനൊന്നും പറ്റാത്തൊരു കാരണം നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലൊക്കെ അച്ഛനൊക്കെ ഉണ്ട്, പ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പലതരത്തിൽ ഓർമ്മക്കുറവുണ്ട്, പല കാര്യങ്ങളും ഗ്രഹിക്കാനുള്ള കഴിവില്ലായ്മയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വകുപ്പ് മന്ത്രിയായി ഇരിക്കാൻ ഒരിക്കലും യോഗ്യനല്ലാത്ത ഒരു മന്ത്രിയായിരുന്നു കൃഷ്ണൻകുട്ടി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പം ഇന്ന് ഈ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ഇപ്പോൾ വൈദ്യുതി ഉപഭോഗം കൂടുമെന്നറിയാം. ഈ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കപ്പെടുന്നത് മാർച്ച്, അത് ഏപ്രിൽ ആകുമ്പോഴേക്ക് ഏറ്റവും കൂടി, മെയ് ആകുമ്പോഴേക്ക് അത് വേനൽ മഴയൊക്കെ കിട്ടിയെന്ന് കുറഞ്ഞ് ജൂൺ ആകുമ്പോഴേക്ക് പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തുക എന്നുള്ളതാണ് പതിവ് രീതി. അപ്പോൾ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ AC ഉപയോഗിക്കുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ ഫാൻ ഉപയോഗിക്കുന്ന ഈ സമയത്താണ് എന്നൊക്കെ എല്ലാം അറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ചില കൂടുതൽ പുറത്തുനിന്നും പ്ലാനിങ് ഉണ്ടാക്കണം. കാരണം നമുക്ക് വെള്ളം കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്ന് വെള്ളം കൊണ്ടുവരുന്നത് പോലെ തന്നെ നമുക്ക് വൈദ്യുതിയും അതുപോലെ തന്നെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളുണ്ട്. പണ്ട് കാലങ്ങളിൽ അത് കുറവായിരുന്നു. ഇപ്പോൾ കൂടംകുളം പോലെ പദ്ധതികളൊക്കെ നമുക്ക് വൈദ്യുതി കിട്ടും. ഇപ്പോൾ നമുക്ക് പറയാം 10 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അവസ്ഥയല്ല ഇന്ത്യയിലാകമാനം. കേന്ദ്രപൂളിൽ നിന്ന് വൈദ്യുതി മേടിക്കാനുള്ള സംവിധാനമുണ്ട്. പല തരത്തിലുള്ള വൈദ്യുതി എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് വൈദ്യുതി നിയന്ത്രണമൊക്കെ ഇല്ലാതായതും പവർ കട്ട് ഇല്ലാതായതും ഒക്കെ. പക്ഷേ ഈ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി അത് നേരത്തെ തന്നെ അതിനുള്ള പ്ലാൻ ഉണ്ടാക്കുകയും ഉദ്യോഗസ്ഥന്മാരുമായി കാര്യങ്ങൾ സംസാരിക്കുകയും മന്ത്രി എന്ന നിലയിൽ അതിന് കൃത്യമായ ഒരു റൂട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മന്ത്രി യഥാർത്ഥത്തിൽ ഇത് തുടക്കം തൊട്ടേ ഞാൻ ഇത്തരം അഭിപ്രായം പറഞ്ഞിരുന്നു, കൃഷ്ണൻകുട്ടിയെ പോലുള്ള ഒരാളിനെ ഏൽപ്പിക്കേണ്ട വകുപ്പല്ല ഇത് എന്നുള്ളത്. അതുകൊണ്ട് ഈ മന്ത്രി ഈ വകുപ്പ് ഏറ്റെടുത്ത് തന്നെ തെറ്റായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി അതിനകത്തിൽ അങ്ങനെ വലിയ കേരളത്തിലെ ഒരു വലിയ നമ്പർ 1 രാഷ്ട്രീയ പാർട്ടി ഒന്നല്ല ഈ പറയുന്ന ഈ ഘടകകക്ഷി ഘടകകക്ഷികളെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രനെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അയാളെ ഗുരുതരമായ വകുപ്പ് ഏൽപ്പിച്ചിട്ടില്ല, ഏറ്റവും വലിയ ഭാരിച്ച വകുപ്പ് ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ കുറേ മന്ത്രിമാരുണ്ട് ഈ മന്ത്രിസഭയിൽ. അതുകൊണ്ട് ഘടകകക്ഷി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ 2 MLA മാത്രമുള്ളൊരു 99 MLA ഒരു LDF-ൽ 2 MLA എന്നാൽ തീരെ ആളുകളൊന്നും അംഗബലമൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് ഈ പറയുന്ന JDS ആയിരുന്നു. ഇപ്പോൾ JDS കേരള എന്നൊക്കെ പറഞ്ഞ് വേറൊരു സാധനമാണ്. അതുകൊണ്ട് കൃഷ്ണൻകുട്ടി എന്നുള്ള നേതാവ് അല്ല ഞാൻ പറയുന്നത്, പക്ഷേ കൃഷ്ണൻകുട്ടി എന്ന വന്ധ്യവയോധികനെ ഈ വകുപ്പ് ഏൽപ്പിച്ച മുഖ്യമന്ത്രി തന്നെ യഥാർത്ഥ, അല്ലെങ്കിൽ LDF തന്നെ അതിന് മറുപടി പറയേണ്ടതാണ്. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. തുടർന്ന്
ഇനി വരുന്ന മന്ത്രിസഭയെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെയൊന്നും വെക്കാതെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൊത്തം നമ്മൾ സംസാരിച്ചിരുന്നത് AK ശശീന്ദ്രനെ കുറിച്ചായിരുന്നു. AK ശശീന്ദ്രന് ഇതേപോലെ തന്നെ പ്രായാധിക്യം കാരണം പല കാര്യങ്ങളും പഠിക്കാൻ പറ്റാകുകയും പല തീരുമാനങ്ങളും ഉണ്ടാക്കാൻ പറ്റാകുകയും അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട് വനംവകുപ്പുമായി ബന്ധപ്പെട്ടിട്ട്. അതിനേക്കാൾ കുറച്ചും കൂടി ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന എല്ലാ ജനങ്ങളുമായിട്ടും അതായത് ഒരാളെപ്പോലും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ ഒരു വകുപ്പാണ് ഈ ജലസേന വകുപ്പ്. പോലും നാടൻ പ്രദേശങ്ങളിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പല പ്രാദേശികമായുള്ള ചില സംവിധാനങ്ങളും കിണറുകളും ഒക്കെ ഉപയോഗിച്ചാണ് ആളുകൾ പലരും ജല ഉപയോഗം. പക്ഷേ ഈ വൈദ്യുതി വകുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാവരെയും, അത് പണക്കാരനെയും പാവപ്പെട്ടവനും എല്ലാം ഒരേപോലെ ബാധിക്കുന്ന ഒരു വീടാണ്. പിന്നെ മാത്രമല്ല, കേരളത്തിലെ യഥാർത്ഥത്തിൽ വലിയ സൗരോർജ്ജ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കണമായിരുന്നു വൈദ്യുതി വകുപ്പ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട്. അതൊന്നും ചെയ്തില്ല. അത്തരത്തിൽ കേരളത്തിൽ ഏറ്റവും ചൂടുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ നമുക്ക് വൈദ്യുതി ഉൽപ്പാദനമൊക്കെ നമുക്ക് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ട്. സൗരോർജ്ജ പ്ലാന്റുകൾ ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കുറച്ചും കൂടി വ്യാപകമാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഇപ്പം വൈദ്യുതി വകുപ്പിൻ്റെ ഈ അലംഭാവം കാരണം പലപ്പോഴും ഇത്തരം പ്ലാന്റുകൾ പലരും സീരിയസ് ആയിട്ടല്ല കൊണ്ട് നടക്കുന്നത്. കാരണം അതിനുള്ള അവർ വാങ്ങുമ്പോൾ വളരെ തുച്ഛമായ പൈസയും തിരിച്ചു കൊടുക്കുമ്പോൾ വലിയ പൈസയൊക്കെ കൊടുക്കുന്നു. അതുകൊണ്ട് ലാഭകരമല്ലാത്ത ഒരു സംവിധാനമാണ് ഇപ്പോൾ. പുറത്ത് മേടിക്കുന്ന വൈദ്യുതി കൊടുക്കുന്ന അത്രയൊന്നും പൈസ കൊടുത്തില്ലെങ്കിൽ പോലും ഏതാണ്ട് ഈ പ്ലാന്റ് ഒക്കെ സ്ഥാപിക്കുന്ന സമയത്ത് നമ്മളിപ്പം അതിന് ആവശ്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്കൊരു 1-2 വർഷം കഴിയുമ്പോഴേക്ക് തന്നെ പൈസ തിരിച്ചൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ചില സംവിധാനങ്ങളെങ്കിലും ഇനി ഏർപ്പെടുത്തി വെറും ജലവൈദ്യുത പദ്ധതിയെ മാത്രം അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്ന വൈദ്യുതിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ വരും കാലത്ത് ഈ വകുപ്പ് മന്ത്രിമാർ പ്ലാൻ ചെയ്യുകയും അതിനനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്താൽ മാത്രമേ കേരളത്തിൽ ഈ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇനിയെങ്കിലും വരുന്ന മന്ത്രിമാർ, അതിന് പറ്റുന്ന ചിന്താശേഷിയൊക്കെയുള്ള മന്ത്രിമാരെ നിയമിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ചൂട് കൂടുന്നല്ല. തീർച്ചയായും കേരളത്തിൽ ആക്ഷൻ പ്ലാൻ ഇപ്രാവശ്യം ഇല്ലാതെ പോയത്. അതെ, ആക്ഷൻ പ്ലാൻ ഉണ്ടാകാതെ പോയി. ഇപ്പം അറിയാം, ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അപ്പോൾ പല തീരുമാനങ്ങളും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും എന്നൊക്കെ നമുക്കറിയാം. ഇപ്പം നമ്മൾ നോക്കൂ, ഇലക്ഷൻ്റെ കുറച്ച് മുമ്പേ അല്ലേ കേരളത്തിലെ എല്ലാ ബാറുകളുടെയും സമയം കൂട്ടിക്കൊടുത്തത്. മദ്യനയം നടപ്പിലാക്കുന്നതിന് മുന്നെയാണ് ബാറിൻ്റെ സമയം കൂട്ടിക്കൊടുത്തത്. ഇപ്പം പുതിയൊരു സർക്കാർ വന്നിട്ടാണ് മദ്യനയമൊക്കെ പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ പുതിയ സർക്കാർ വരികയും മദ്യനയം ഒക്കെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ കേരള സർക്കാർ ഈ എക്സൈസ് വകുപ്പ് വളരെ താല്പര്യമെടുത്തുകൊണ്ട് ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് നിരന്തരമായി ആവശ്യപ്പെട്ടത് പ്രകാരം കേരളത്തിലെ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിക്കൊടുക്കുന്നു. 12 മണി വരെ നീട്ടിക്കൊടുക്കുന്നു. ഒരു ഉണ്ടാക്കാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടുണ്ട്. അതിന് വളരെ കൃത്യമായി പ്ലാൻ ഉണ്ടായല്ലോ. അപ്പോൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുകയും അത് വൈദ്യുതിയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നേരത്തെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാവാതെ പോയത്, ഇലക്ഷൻ വരാനുണ്ടെന്ന് അറിയാമായിരുന്നു. അപ്പോൾ ഇവിടെയാണ് മന്ത്രിയുടെ കഴിവുകേട് പ്രകടമാകുന്നത്. അതുകൊണ്ട് ഈ മന്ത്രി യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വരും കാലത്ത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കഴിവുകെട്ട മന്ത്രിമാർ ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല.